ഒരു ഹിജറ വർഷം കൂടി പിറന്നിരിക്കുകയാണ്. പുതിയ ഒരു വർഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതിൻ്റെ 10ാമത്തെ ദിവസത്തിലാണ്. പുതുവർഷം പിറന്ന് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഈ പുതുവർഷം എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമുക്ക് ഓർമ്മ വരുന്നത് ഡിസംബർ അവസാനവും ജനുവരി 1 ഒക്കെയാണ്. നമുക്ക് സാധാരണ പെട്ടെന്ന് പുതുവർഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. കാരണം പുതുവർഷത്തെ വരവേൽക്കാൻ നമ്മുടെ നാട് ഒക്കെ ഉള്ള ബഹളവും അതേപോലുള്ള കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവർ. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹിജറ വർഷം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആരാധനാപരമായും അനുഷ്ഠാനപരമായും ചരിത്രപരമായും ഒക്കെ ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന കലണ്ടറാണ് ഹിജറ കലണ്ടർ എന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ മുഹറം 10 പറഞ്ഞു, നമ്മളിപ്പോ നോമ്പുകാരാണ്. അപ്പോ ആ മുഹറം 10 പിന്നിൽ ഒരു ചരിത്രമുണ്ട്. മൂസാ നബിയും ഫിർഔനിന്റെയും ഒക്കെ ചരിത്രമാണ്. ഒരു വലിയ വിജയം, അക്രമിയെ അള്ളാഹു പിടികൂടി നശിപ്പിച്ച, എക്കാലത്തും ഓർക്കാൻ മാത്രം ആവേശഭരിതമായ ഒരു ചരിത്രമാണ് മുഹറം 10 ഉള്ളത്. അതേപോലെ ഇസ്ലാമിലെ ഒരുപാട് ചരിത്ര സംഭവങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഹിജറ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഹിജറയെ തന്നെ നമ്മൾ മുന്നിൽ വെച്ച് നോക്കിയാൽ എന്താണ് ഹിജറ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല എന്നുള്ളത്. കേവലമായ ബാഹ്യമായ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തി ജീവിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പഠനം, അതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടു അങ്ങനെ പോകുന്നു എന്നല്ലാതെ ഞാനും നിങ്ങളും നമ്മുടേതായിട്ട് സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എത്രമാത്രം ധാരണയുണ്ട്, എത്രമാത്രം അറിവുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഹിജറ വർഷം തന്നെ ആരംഭിക്കുന്നത് പ്രവാചകന്റെ ഹിജറയെ ആസ്പദമാക്കിയാണ്. അതിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഈ ഹിജറ കലണ്ടറായി വരാൻ ഹിജറ തീയതി കുറിക്കുന്ന ആ ഒരു തീയതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംഭവം മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഹിജറയെ ആസ്പദമാക്കുന്ന ഹിജറ കലണ്ടറിനെ ഹിജറാബ്ദം എന്ന പേരിൽ ഒരു കലണ്ടർ നിലവിൽ വരുന്നത്. അതിന്റെ ചരിത്രം പറയുന്നത് മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഗവർണറായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖലീഫക്ക് ഒരു കത്തെഴുതുകയാണ്. ഹിജറയുടെ ആ കലണ്ടറിന്റെ ചരിത്രം പറയുക, ഒരു കത്തെഴുതുന്നു. അങ്ങനെ എന്താണ് ആ കത്ത് എഴുതുന്നത്, എന്താണ് അതിനകത്ത് ഉള്ളടക്കം? ഒരുപാട് കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു. അതിലാദ്യം വന്ന കത്തേത്, പിന്നീട് അയച്ച കത്തേത് എന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇത് ആദ്യം അയച്ചത് ഒന്ന് അറിയണമെങ്കിൽ ഇത് ആദ്യത്തെ കത്ത് ഏതാണ്, രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ വരുന്ന കത്തുകൾ ഏത് ദിവസത്തിലാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ള വിവരമൊന്നുമില്ല. അതൊരു വലിയ പ്രയാസമായപ്പോൾ ഈ ഗവർണർ ഖലീഫയെ അറിയിക്കുകയാണ്, മഹാനായ ഉമർ റളിയല്ലാഹുവിനെ അറിയിക്കുക. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അതിനൊരു പരിഹാരം എന്നോണം ജനങ്ങളെ വിളിച്ച് കൂടിയാലോചിക്കുകയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം എന്നതിനെ സംബന്ധിച്ച് അവരുമായിട്ട്, ജനങ്ങളുമായിട്ട് കൂടിയാലോചിച്ച് നമുക്ക് ഒരു കലണ്ടർ വേണം. അത് ഏത് കാര്യത്തെ മുൻനിർത്തിയായിരിക്കണം, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ആ കലണ്ടർ ചർച്ചയായി. പലരും പല ചരിത്ര സംഭവങ്ങളും പറഞ്ഞു.
ചിലർ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ നമുക്ക് അടിസ്ഥാനപ്പെടുത്താം. നബിയുടെ ജന്മം, അതിനെ തുടർന്ന് നമുക്ക് കാലഗണന കുറിക്കാം. ചിലർ പറഞ്ഞു നബിയുടെ വഫാത്ത്, മരണത്തെ അടിസ്ഥാനപ്പെടുത്താം. നബി മരിച്ച നാൾ മുതൽ ഇങ്ങോട്ട് എണ്ണി വരാം. ചിലർ പറഞ്ഞു നുബുവത്ത്, പ്രവാചകനായി വരുന്ന, നബിയായി വരുന്ന ആ നാളിനെ, 40-ാം വയസ്സിൽ മുഹമ്മദ് മുസ്തഫ പ്രവാചകനായി വരുന്ന ആ സമയത്ത് അതിനെ നമുക്ക് അടിസ്ഥാനപ്പെടുത്താമെന്ന്. അക്കൂട്ടത്തിൽ ഒന്നായി വന്ന ഒരു ചർച്ചയാണ് നമുക്ക് ഹിജറയെ നമുക്ക് അടിസ്ഥാനപ്പെടുത്താം. ഹിജറയെ മുൻനിർത്താം. പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ആ ഒരു ചരിത്രത്തെ നമുക്ക് ഈ കാലഗണന നിശ്ചയിക്കാൻ ഉള്ള തീയതിയായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഉടനെ ഖലീഫ പറഞ്ഞു, സത്യത്തെയും നീതിയെയും വേർതിരിച്ച ചരിത്ര പ്രാധാന്യമുള്ള സംഭവമാണ് ഹിജറ. സത്യത്തെയും നീതിയെയും അങ്ങനെ വേർതിരിച്ച ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഹിജറ. അതുകൊണ്ട് നമുക്ക് അതിനെ തന്നെ അതായിരിക്കട്ടെ എന്ന് ഖലീഫയും മറ്റുള്ളവരും തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഈ ഹിജറ കലണ്ടറിന്റെ തുടക്കം. ഹിജറ 17-ാം വർഷമായിരുന്നു ഈ കലണ്ടർ രൂപപ്പെടുന്നു. അങ്ങനെ അവിടെ മുതലാണ് ഇസ്ലാമിൽ കാലഗണന നിശ്ചയിക്കുന്ന ഹിജറ കലണ്ടർ വരുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ഈ തലമുറകൾ അറിയുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു ബന്ധം ഇതുമായിട്ടൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് ഏതാണ് തീയതി എന്നുള്ള കാര്യം, ഇത് ഏത് മാസമാണ്, ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ വലിയ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഹിജറയുടെ പ്രാധാന്യത്തെയാണ് ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു കാണിക്കുന്നത്. ഹിജറ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ലോകത്തെങ്ങുമുള്ള വിശ്വാസികൾക്ക് എന്നുമെന്നും ആ ഹിജറയെ ഓർക്കാനും ഓർത്തെടുക്കാനും ഒക്കെ വേണ്ടിയാണ് ഹിജറയെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ, അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. കേവലമായ നമ്മൾ പല ഹിജറയും ചെയ്യാറുണ്ട്. നമ്മൾ പ്രവാസിയായിട്ടൊക്കെ പല നാടുകളിലേക്കൊക്കെ പോയി ജീവിക്കാറുണ്ട്. നമ്മുടെ അനേകം സഹോദരങ്ങൾ വിദേശങ്ങളിൽ ജീവിക്കുന്നു. പക്ഷെ അതിനൊക്കെ ഹിജറ എന്നല്ല, അത് സാധാരണ സഫർ അല്ലെങ്കിൽ പിന്നെ ഒരു താൽക്കാലികമാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് സാധാരണ ഒരു യാത്രയല്ല, കേവലമായ ഒരു ടൂർ ആയിരുന്നില്ല ഹിജറ എന്ന് പറയുന്നത്. മറിച്ച് അതിൻ്റെ പിന്നിൽ വലിയ വലിയ ത്യാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് പ്രവാചകനും അനുയായികളും ഹിജറ ചെയ്തു പോയത്. ഉള്ള സമ്പത്തും മുതലും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അത്. അതുകൊണ്ടാണ് അതിന് ഹിജറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഫർ എന്ന് പറഞ്ഞാൽ മതി. യാത്രക്ക് സാധാരണ നമ്മൾ സഫർ എന്നാ പറയും. അപ്പോൾ ഹിജറ ത്യജിക്കുവാനുള്ള, ഉപേക്ഷിക്കുവാനുള്ള ആ ഒരു ചരിത്രമാണ് അതിന്റെ പിന്നിൽ. എല്ലാം സർവ്വതും ഇട്ടച്ചു പോകുന്ന ഒന്നായിരുന്നു. എല്ലാ സമ്പാദ്യങ്ങളും മക്കയിൽ ഉപേക്ഷിച്ചു പോയ ചരിത്രമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന്. അപ്പോ ആ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആദർശവുമായി, ഇസ്ലാമുമായി, അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനിൽ വിശ്വസിച്ചിരുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു. പ്രവാചകനിൽ വിശ്വസിച്ച അന്ന് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, പുരുഷന്മാരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു, സഹാബികളിൽ നിന്ന് പേരെടുത്ത 1-2 ആളുകൾ, ഇത്രയുമായിരുന്നു തുടക്കത്തിൽ പ്രവാചകനെ വിശ്വസിച്ച ആളുകൾ.
അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശത്തെ രഹസ്യമായിട്ട് ഹിജറയുടെ പശ്ചാത്തലം പറയുക. ഹിജറ എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് ഹിജറയുടെ തുടക്കം എന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം പ്രവാചകനായിട്ട് മക്കയിൽ ജീവിച്ച ആ കാലഘട്ടം, നീണ്ട 13 വർഷക്കാലം പ്രവാചകൻ മക്കയിൽ ജീവിക്കുകയാണ്. എത്രമാത്രം ത്യാഗങ്ങളായിരുന്നു, എന്തുമാത്രം പ്രയാസങ്ങളാണ് പ്രവാചകനും വിശ്വസിച്ചവർക്കും നേരിടേണ്ടി വന്നത്. വളരെ രഹസ്യം. ഇന്ന് നമുക്ക് ഇതിന് ഹിജറ എന്ന് കേട്ടാലോ മറ്റെന്തിനെ കുറിച്ച് കേട്ടാലോ നമുക്ക് യാതൊരു ഭാവപ്പകർച്ചയുമില്ല, ഒരു മാറ്റവുമില്ല. അത് ഒരു ചെവിയിൽ കേട്ടു അങ്ങനെ പോവുകയാണ്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഈ ഇസ്ലാം അനുസരിച്ച് വളരെ അധികം സൗകര്യത്തോടുകൂടി ആ ഉള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിക്കുന്നു നമ്മൾ. നമുക്ക് ഹിജറ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കില്ല. നമ്മുടെ സമ്പത്തും സ്വത്തും ത്യജിച്ചു പോകേണ്ട ഒരു അന്തരീക്ഷം നമുക്കില്ല. എന്നാൽ വളരെ പ്രയാസപ്പെട്ട് പാടുപെട്ട് ആയിരുന്നു പ്രവാചകനും അനുയായികളും മക്കയിൽ ജീവിച്ച കാലം. ഒരുപാട് അക്രമങ്ങൾ, മർദ്ദനങ്ങൾ പ്രവാചകനും അനുയായികൾക്കും ഒക്കെ സഹിക്കേണ്ടി വന്നിരുന്നു. അള്ളാഹുവിന്റെ രഹസ്യമായിട്ടാണ് പ്രവാചകൻ ആദ്യമായി ഇത് പറഞ്ഞത്. പരസ്യമായിട്ട് പറഞ്ഞാൽ അത് അവർ ഉപദ്രവിക്കും, മർദ്ദിക്കും, അവർ പീഡിപ്പിക്കും എന്നുള്ള കാര്യം പ്രവാചകന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് രഹസ്യമായിട്ടായിരുന്നു ഇത് പ്രവാചകൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്, വളരെ രഹസ്യമായിട്ട്. അങ്ങനെ 3 വർഷക്കാലം പ്രവാചകൻ രഹസ്യമായി ഈ ദീനിനെ പ്രബോധനം ചെയ്തു. നമുക്ക് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയും ഒക്കെ വിഭാവനം ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചുമായി സവിശേഷമായ ഒരു തടസ്സമാകുന്ന ഒന്നും ഇതുവരെ പരസ്യമായിട്ട് വന്നിട്ടില്ല. കുറേയൊക്കെ പ്രയാസങ്ങളുണ്ട്. അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ പോകുന്നു. നമുക്ക് ആരാധനക്ക് തടസ്സമോ ഒന്നും നമുക്കില്ല, ഇതുവരെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ പ്രവാചകൻ വളരെ രഹസ്യമായിട്ടാണ് പ്രബോധനം ചെയ്യുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ ആയത്ത് അവതരിക്കുകയാണ്. അള്ളാഹു കൽപ്പിക്കുകയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നീ നിന്റെ കുടുംബക്കാരോട് ഇത് പ്രബോധനം ചെയ്യുക, അവർക്ക് മുന്നറിയിപ്പ് നൽകുക. വഅൻദിർ അശീറതക, നിന്റെ കുടുംബക്കാരോട് നീ താക്കീത് നൽകുക. അഖ്റബീൻ, ഏറ്റവും അടുത്ത ആളുകൾക്ക് നീ താക്കീത് നൽകുക പ്രവാചകരെ എന്നുള്ള കൽപ്പന വന്നപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ട് രംഗത്തിറങ്ങുകയാണ്. ആ സഫയുടെ മലയിൽ കയറി നിന്നുകൊണ്ട് തൻ്റെ കുടുംബത്തിലെ ആളുകളെ വിളിക്കുകയാണ്. തൻ്റെ കുടുംബക്കാരെ ഒന്നാകെ വിളിച്ചു കൂട്ടുകയാണ്. യാ ബനി ഫിഹിർ, യാ ബനി അദി, ഫിഹിറിന്റെ സന്തതികളെ, അദിന്റെ സന്താനങ്ങളെ വരൂ എന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിളിച്ചു കൂട്ടുകയാണ്. ഈ 2 ഗോത്രങ്ങളും ഖുറൈശി ഗോത്രത്തിന്റെ ശാഖയിൽപ്പെട്ട ശാഖകളായിരുന്നു. അങ്ങനെ ഇവരൊക്കെ പ്രവാചകന്റെ വിളി കേട്ടു വരികയാണ്. ആളുകൾ കൂടി, ഏതാണ്ട് 40-50 ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഈ താഴ്വരയിൽ അശ്വരൂഢരായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ സജ്ജരായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ താഴ്വരയുടെ പിന്നിൽ, ഈ മലയുടെ പിന്നിൽ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുന്നു എന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിടെ കൂടിയവരെ മുഴുവനും പറഞ്ഞു, അതെ, കാരണം നീ സത്യം പറയുന്നതായിട്ടല്ലാതെ ഞങ്ങൾക്കറിയില്ല, നീ സത്യം പറയുന്നതായിട്ടല്ലാതെ ഞങ്ങൾക്കറിയില്ല. അലമീനായിരുന്നു, അവരുടെ വിശ്വസ്തനായിരുന്നു. പ്രവാചകൻ പറയുന്നത് വിശ്വസിക്കുവാനും എന്ന് മാത്രമല്ല, അവരുടെ സൂക്ഷിപ്പ് മുതലുകൾ ഒക്കെ പ്രവാചകനെ കൊണ്ട് ഏൽപ്പിക്കുമായിരുന്നു, അമാനത്തുകൾ ഏൽപ്പിക്കുമായിരുന്നു.
പ്രവാചകനെ വിശ്വസിച്ചേൽപ്പിക്കുമായിരുന്നു. അത്രമാത്രം പ്രവാചകനെ അവർക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, ഞാൻ തീർച്ചയായും നീ ഒരിക്കലും കളവ് പറയുന്നവനല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കഠിന ശിക്ഷയെ കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരു ദൈവദൂതനായിട്ട് നിയോഗിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കേട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ ഒരു ശബ്ദം അവിടെ പെട്ടെന്ന് കേൾക്കുകയാണ്. തബ്ബൻ ലക് യാ മുഹമ്മദ് അലിഹദാ ജമാഅതന. തബ്ബൻ ലക് മുഹമ്മദേ, നിനക്ക് നാശം. ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? ആരായിരുന്നു? അബൂലഹബായിരുന്നു. അവിടെ അങ്ങനെ ഒരു എതിർപ്പിന്റെ ശബ്ദം ഉയർത്തിയത്. തബ്ബൻ ലക മുഹമ്മദേ, നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന രീതിയിൽ അവിടെ പ്രവാചകന്റെ അവിടെ എതിർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു ആ സന്ദർഭത്തിൽ. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജിദിഹാ ഹബ്ലും മിൻ മസദ് എന്ന ആയത്ത് അവതരിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. അവനും നശിച്ചിരിക്കുന്നു. അവന്റെ സമ്പാദ്യമോ അവന്റെ കച്ചവടമോ അവന് ഉപകാരപ്പെട്ടില്ല. നോക്കുക സഹോദരങ്ങളെ, ആ അബൂലഹബ് ഒരിക്കലും പിന്നീട് മുസ്ലിമായില്ല. അബൂലഹബ് ഒരിക്കലും പിന്നീട് മുസ്ലിമായിട്ടില്ല. അത് ഖുർആനിന്റെ ഒരു മുഅ്ജിസത്താണ്. ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് എഴുതിയുണ്ടാക്കിയതല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. കാരണം പിന്നീട് അബൂലഹബ് കുറെ നാൾ ജീവിച്ചു. അപ്പോഴൊന്നും അദ്ദേഹം എന്തായിട്ടില്ല, മുസ്ലിം ആകാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ മുസ്ലിം ആയിരുന്നെങ്കിലോ ഇത് ഇങ്ങനെ കിടക്കുകയും ചെയ്യും, അല്ലെ? നമ്മളൊക്കെ ഓതും തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുകയാണ് എതിർപ്പുകൾ. നബിയിൽ വിശ്വസിച്ച ആളുകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അമ്മാർ റളിയല്ലാഹു അൻഹു, അതേപോലെ സുമയ്യ റളിയല്ലാഹു അൻഹു, ഇസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പോലുള്ള എത്രയോ സഹാബികൾ, എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം, മിസ്അബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ സുഹൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായിരുന്നു. അവർ ഇസ്ലാമിലത്തെ ആദ്യത്തെ രക്തസാക്ഷി ഒരു വനിതയായിരുന്നു സുമയ്യ റളിയല്ലാഹു അൻഹ. ഈ ദീൻ, പ്രവാചകൻ കൊണ്ടുവന്ന ഈ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അവരെ കുന്തം കൊണ്ട് കൊലപ്പെടുത്തുകയാണ്. കുന്തം കൊണ്ട് അവർ കൊല ചെയ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം, അദ്ദേഹം റോമിൽ നിന്ന് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചയാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ റോമിൽ നിന്ന് വന്നത്. അദ്ദേഹം മക്കയിൽ വന്നു, ജീവിച്ചു, സമ്പാദിച്ചു. അദ്ദേഹം ഒരുപാട് സമ്പാദ്യങ്ങൾ അദ്ദേഹം തന്റെ കച്ചവടത്തിലൂടെ നേടിയെടുത്തു. ഹിജറ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പോവുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ അവിശ്വാസികൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയാണ്. നിനക്ക് പോകാൻ പറ്റുകയില്ല, നീ അങ്ങനെ പോകാൻ പറ്റുകയില്ല, നീ പോകുന്നുവെങ്കിൽ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകണം. കാരണം നീ ഒന്നുമില്ലാതെ ദരിദ്രനായിട്ടാണ് നീ ഇവിടെ വന്നത്. ഇവിടെ വന്നാ നീ കാശുണ്ടാക്കി സമ്പാദിച്ചു, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒന്നും നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ആ സഹാബി എന്ത് ചെയ്തു? അതെല്ലാം, തന്റെ സമ്പത്ത് മുഴുവനും ആ വിശ്വാസികൾക്ക്
അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ്, മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സുഹൈബ് റളിയല്ലാഹു അൻഹു എത്തുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ തന്നെ പ്രവാചകൻ പറയുകയാണ്, ഓ അബൂ യഹ്യ, ഓ അബൂ യഹ്യ, എത്ര ലാഭകരമായ കച്ചവടം. 3 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു എന്നാണ്. എത്ര ലാഭകരമായ കച്ചവടമാണ് നിങ്ങൾ നടത്തിയത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പേരിലാണ് ആയത്ത് അവതരിപ്പിച്ചത്. വമിനൻ നാസി മൻ യശ്തരി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹി വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ചിലർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിൽക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് അവതരിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുഹൈബിന്റെ വിഷയത്തിലാണ്. നോക്കുക സഹോദരങ്ങളെ, ഉള്ളതെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. നമ്മളോ, നമുക്കാണെങ്കിലോ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്തായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ദീനിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലാഹി എന്തെങ്കിലും ഒരു ത്യാഗം നമുക്ക് ചെയ്യേണ്ടി വന്നാൽ നമ്മുടെയൊക്കെ മനോഭാവം എന്തായിരിക്കും? ഒരൽപ്പം എന്തെങ്കിലും കാര്യത്തിൽ ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ നമ്മുടെയൊക്കെ സ്വഭാവം മാറുകയാണ്, നമ്മുടെയൊക്കെ രീതി മാറുകയാണ്. നമ്മളൊക്കെ ആ വർത്താനത്തിൽ നിന്ന് മറ്റൊരു വർത്തമാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. എന്നാൽ സ്വഹാബികളെ ഈ ഹിജ്റ കാലഘട്ടത്തിൽ ഹിജ്റയെ സംബന്ധിച്ച് നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിലേക്ക് കയറി വരേണ്ട ചിന്തകൾ ഇതൊക്കെയാണ്. നോക്കുക സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പിന്നീട് പ്രവാചകന് ഒരുപാട് മർദ്ദനങ്ങൾ, പീഡനങ്ങളും ഒക്കെ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്താൽ പ്രവാചകന് 2 ശക്തികളെ കിട്ടുകയാണ് അന്ന്. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം, അത് ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവൊക്കെ നമുക്കറിയാം. ഏതൊരു സാഹചര്യത്തിലാണ് അവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിന് കുറച്ചൊക്കെ ശക്തി ഉണ്ടായി, മുസ്ലിമീങ്ങൾക്ക് ആത്മവിശ്വാസവും അതേപോലെ തന്നെ പ്രതീക്ഷയും ഒക്കെ കൈവന്നു. ഇവർ രണ്ടുപേരുടെയും കടന്നു വരും. അതുവരെ രഹസ്യമായിട്ട് പ്രബോധനം ചെയ്തിരുന്ന, ആരാധനകൾ അർപ്പിച്ചിരുന്ന ആ വിശ്വാസി സമൂഹം, ആ കുറച്ചു മാത്രമുള്ള വിശ്വാസി സമൂഹം രഹസ്യമായിട്ട് ചെയ്തിരുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ പിന്നീട് പരസ്യമാക്കി കഅബയിൽ വന്ന് പരസ്യമായിട്ട് നമസ്കരിച്ചു അവർ. അതിനൊക്കെ കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ തന്നെ ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ കടന്നുവരവാണ്. ധീരന്മാരും വേണം നമുക്ക്, ഇസ്ലാമിന് വേണ്ടി ശക്തി വേണം നമുക്ക്. ഇസ്ലാം നമ്മുടെ ശക്തി ഈ ദീനിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ മാറണം. അതിലേക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തുമൊക്കെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഉമറുമാരും ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അങ്ങനെയാണ് ഈ ദീൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവരൊക്കെ പ്രവാചകൻ വരെ രഹസ്യമായിട്ട് ഹിജ്റ പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ടാണ് പോയത്. ഉമറിനെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല, ഒരാളും ധൈര്യപ്പെട്ടില്ല. ഉമറിനെ തടഞ്ഞു വെക്കാൻ, മക്കത്ത് തടഞ്ഞു വെക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. പരസ്യമായിട്ട് ഞാൻ ഹിജ്റ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് ഹിജ്റ പോകുന്നത്. സഹോദരങ്ങളെ, ഈ പ്രബോധനം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ആ ത്യാഗം, പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് നോക്കിയവർ, പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും
പ്രലോഭനങ്ങൾ ഇഷ്ടം പോലെ. എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ പ്രവാചകനോട് വന്നവർ പറഞ്ഞിരുന്നത്? ഒരു വേള ഈ ആദർശത്തെ ഇല്ലാതാക്കാൻ അബൂ താലിബിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നിങ്ങളുടെ സഹോദര പുത്രനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ വിശ്വാസം, ഈ ആചാരത്തിൽ നിന്ന് മുഹമ്മദിനെ പിന്മാറ്റണം എന്നവർ ആവശ്യപ്പെടുകയാണ്. പ്രവാചകന്റെ എല്ലാമായിരുന്നു മൂത്താപ്പ പറഞ്ഞാൽ, അബൂ താലിബ് പറഞ്ഞാൽ പ്രവാചകൻ അനുസരിക്കുമെന്ന വിശ്വാസത്തിലാണ് അവർ ഈ അബൂ താലിബിന്റെ അടുക്കൽ വന്ന് ഇത് പറയുന്നത്, പിന്മാറ്റണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ഇത് പറയുകയാണ്, മൂത്താപ്പ നബിയോട് പറയുകയാണ്, ഇന്ന പോലെ വന്നു, ആളുകൾ പറയുന്നുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വല്ലാഹി ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ യത്റുക ഹാദൽ അംർ ഹത്താ യുൽഹിറഹു അല്ലാഹു ഔ ഉഹ്ലിക ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മുത്താപ്പ അവർ ഒരു കയ്യിൽ സൂര്യനെയും എൻ്റെ മറ്റേ കയ്യിൽ ചന്ദ്രനെയും വെച്ചു തരാം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ഇത് ദീനാണ്, ഹക്കാണ്. ഇത് അള്ളാഹു എന്നെ നിയോഗിച്ച, സത്യവുമായിട്ട് എന്നെ അയച്ചിരിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്മാറ്റുകയും, ഇനി ഇതിനേക്കാളെ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും ഞാൻ പിന്മാറുകയില്ല. ഒന്നുകിൽ ഇത് വിജയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ രംഗത്ത് ഞാൻ മരണപ്പെടണം എന്നാണ് പ്രവാചകൻ അബൂ താലിബിനോട് പറഞ്ഞത്. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, മുഹമ്മദേ, എങ്കിൽ നിന്റെ ഈ ദൗത്യവുമായി നിനക്ക് മുന്നോട്ട് പോകാം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിന്നെ തൊടാൻ ഒരാളെയും ഞാൻ അനുവദിക്കുകയില്ല എന്നായിരുന്നു ഈ അബൂലഹബിന്റെ മറുപടി, ഈ അബൂ താലിബിന്റെ മറുപടി. ഇവർ രണ്ടുപേരും, ഈ അബൂ താലിബും അതേപോലെ തന്നെ പ്രവാചകനെ ഏറെ തൻ്റെ ദൗത്യത്തിൽ സഹായിച്ച വ്യക്തിയാണ് മഹദി ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. ഹിറാ ഗുഹ മുതൽ പ്രവാചകൻ ഈ സന്ദേശം സ്വീകരിച്ചതു മുതൽ പ്രവാചകനോടൊപ്പം താങ്ങും തണലുമായി വർത്തിച്ച മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഒരുപാട് സഹായിച്ചു പ്രവാചകനെ ഈ ദൗത്യത്തിൽ. സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും മാനസികമായും എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രവാചകനിൽ അർപ്പിച്ച വ്യക്തിയായിരുന്നു മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലാ കൊണ്ടും പ്രവാചകൻ ഹിറാ ഗുഹയിൽ നിന്ന് ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് പേടിച്ചു വിറച്ച് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി, എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിറച്ച് നിൽക്കുമ്പോൾ പുതപ്പിച്ചു മൂടി ശാന്തനായി അദ്ദേഹത്തെ ആ വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്ത ഖദീജ റളിയല്ലാഹു അൻഹ പിന്നീട് അല്പം കഴിഞ്ഞപ്പോൾ പ്രവാചകനോട് വളരെ ശാന്തമായിട്ട് ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? അപ്പോൾ പ്രവാചകൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇറാഖിൽ എന്നൊരാൾ വന്നു എന്നിട്ട് എന്നെ ബലമായി മുറുക്കി പിടിച്ചു എന്ന രീതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ആ സംഭവം, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ആ വഹീന്റെ ആദ്യത്തെ ആ ശബ്ദം മുഴങ്ങിക്കേട്ട ആ രംഗമെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇല്ല, അങ്ങയെ ഒരിക്കലും അല്ലാഹു കൈവിടുകയില്ല. കാരണം അങ്ങ് ആരെയും ഉപദ്രവിച്ചിട്ടില്ല, എല്ലാവർക്കും അങ്ങ് ആശ്രയമാണ്, അത്താണിയാണ്, പ്രയാസപ്പെടുന്നവർക്ക് സഹായിയാണ് എന്നുള്ള രീതിയിലുള്ള ഒക്കെ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു സമാധാനിപ്പിച്ച ആ ഖദീജ റളിയല്ലാഹു അൻഹ. അതേപോലെ അബൂ താലിബ് ഖദീജ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സലാം പറഞ്ഞ വ്യക്തിയാണ്. അല്ലാഹു സലാം പറഞ്ഞു.
ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ നബി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മുഹമ്മദ് നബിയെ, ഇതാ ഖദീജ വരുന്നുണ്ട് ഭക്ഷണപാത്രവുമായിട്ട്. അതിൽ കറിയും സാധനങ്ങളും ഒക്കെയാണ്. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സലാമും എൻ്റെ സലാമും നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹു സലാം പറഞ്ഞ വ്യക്തിയാണ് ഖദീജ റളിയല്ലാഹു. ഈ രണ്ട് വ്യക്തികളുടെയും മരണം മക്കയിൽ പ്രവാചകന് താങ്ങാൻ കഴിഞ്ഞില്ല. ആമുൽ ഹുസ്ൻ എന്നായിരുന്നു ആ വർഷത്തെ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. പ്രവാചകൻ അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയ, ദുഃഖപ്പെടുത്തിയ സംഭവങ്ങളാണ് ഇവർ രണ്ടുപേരുടെയും മരണം. അപ്പോൾ ഹിജറയുടെ ചരിത്രം അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി അങ്ങ് പോവുകയാണ്. ഇതിവിടെ ഒക്കെ പ്രവാചകനെ താങ്ങും തണലുമായിട്ട് നിന്ന ഇവരെ ഒക്കെ, സഹാബികളെ ഒക്കെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിജറയുടെ സന്ദേശം വളരെ വലുതാണ്. അതിനെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. അതേ സമ്പത്തും ശരീരവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിട്ടുകൊടുക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് ഹിജറ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ആ ഒരു ചരിത്രമാണ് ഹിജറയ്ക്കുള്ളത്. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന യാത്ര അത്ര സുഖകരമായ യാത്രയല്ലായിരുന്നു. ഒരുപാട് ഇതേപോലുള്ള പീഡനങ്ങൾ, ആരാധനാ സ്വാതന്ത്ര്യമില്ല. പ്രവാചകൻ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ പ്രവാചകൻ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന് കഴുത്തിലിടും, വലിയ പാറക്കല്ലുമായിട്ട് കൊണ്ടുവന്നിടും. അങ്ങനെ ഒരു പാറക്കല്ലുമായി വരുമ്പോൾ പ്രവാചകൻ സുജൂദിൽ കിടക്കുന്ന സന്ദർഭത്തിൽ വലിയ കല്ലുമായിട്ട് വരികയാണ് അബൂജഹൽ. ഇങ്ങനെ പ്രവാചകന്റെ അടുത്തോട്ട് വരാനും പെട്ടെന്ന് പേടിച്ച് പിന്മാറുകയാണ്. കാരണം അവിടെ ജിബ്രീലിനെ കണ്ടുവന്ന്, ആ ജിബ്രീൽ വന്നു, ആ രൂപം കണ്ടു അബൂജഹൽ പിന്മാറി എന്നാണ് ചരിത്രം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആ ചരിത്രം, പ്രവാചകന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഈ ഹിജറ വർഷക്കാലം അതിനുള്ള ഒരു പഠനത്തിന് വേണ്ടി നമ്മൾ ചില സമയം കണ്ടെത്തണം. ഇസ്ലാമിലെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതിൽ നിന്ന് പകർത്താനും ഒക്കെ ധാരാളം സംഭവങ്ങളുണ്ട്. സഹാബിമാരുടെ ചരിത്രം, ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം ഒക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു വരണം. അതായിരിക്കട്ടെ ഈ ഹിജറ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനും അറിയുവാനും ഉള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ജൂൺ 26. ഈ ജൂൺ 26 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടാണ് ലോകത്ത് ആചരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ലഹരിയുടെ ആ പിടുത്തത്തിൽ നിന്ന്, ലഹരിയുടെ ആ വ്യാപനം ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ലഹരിയും, നമ്മൾ കേൾക്കാത്ത പേരുകളിലുമൊക്കെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബിരുദമാണോ എന്ന് തോന്നിപ്പോയി. MDM എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ മറ്റേ നമ്മൾ ഓരോ ഡോക്ടർമാരുടെയൊക്കെ പേരിനോടൊപ്പം അവരുടെ ബിരുദമൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള പേരുകൾ, പുതിയ പുതിയ പേരുകളിലൊക്കെ ഇത് രൂപാന്തരം പ്രാപിച്ചു വരിക. നമ്മുടെ സമൂഹത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ മക്കളെയും അതേപോലെ തന്നെ നമ്മുടെ നാടിനെയും ഒക്കെ. ഇതിൻ്റെ ഉപദ്രവം വളരെ വലുതാണ്.
നമ്മളെ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വ്യാപനം സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നുള്ളൊരു ബോധവൽക്കരണം എന്നുള്ള നിലക്കാണ് ഈ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം തൂഫാൻ എന്ന പേരിൽ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരും ചെയ്യട്ടെ, നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി. നോക്കുക, എത്രമാത്രം ആളുകളാണ്, എത്രമാത്രം യുവാക്കളാണ് ഇതിൻ്റെ പിന്നിലൂടെ പിടിക്കപ്പെടുന്നത്, ക്രിമിനലുകളായിക്കൊണ്ടിരിക്കുന്നത്. അതേ തുടർന്ന് എത്രമാത്രം അപകടങ്ങളാണ് വരുത്തിവെക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരിക്കലും ഇസ്ലാം ഇതെല്ലാം ഹറാമാക്കിയ കൂട്ടത്തിലുള്ളതാണ്. കുല്ലു മസ്കരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ വീര്യമാവട്ടെ കൂടിയ വീര്യമാവട്ടെ എല്ലാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ മദീനയിലേക്ക് സ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു. മദീനയിലെ അന്നത്തെ അവസ്ഥ, എല്ലാവരും മദ്യത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു. ഞാൻ മരിച്ചാൽ എന്നെ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി എന്നെ മറമാടണം എന്ന് ഫത്വ ഇറക്കിയ ആളുകളുണ്ട്, വസിയത്ത് ചെയ്ത ആളുകൾ. ഞാൻ മരിച്ചാലേ എന്നെ ഈ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി എന്നെ മറവ് ചെയ്യണം, കബറടക്കണം. എന്താണ്? ആ മുന്തിരിവള്ളിയുടെ വേരിൽ നിന്നും ഇറങ്ങുന്ന ചാറ് എനിക്ക് നുണയാമല്ലോ എന്നാണ്. അതേപോലെ ഒരു വണ്ട് മദ്യത്തിന്റെ ഗ്ലാസ്സിലേക്ക് വന്ന് വീണപ്പോൾ അപ്പോൾ പറയണം, വണ്ടേ നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് വെള്ളം അതിലേക്ക് വന്ന് കുടിച്ച് നിനക്ക് ആഘോഷിക്കാമല്ലോ എന്ന രീതിയിലൊക്കെ അവരന്ന് പറഞ്ഞിരുന്നു. അത്രമാത്രം മദ്യാസക്തി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം അവരതിൽ നിന്നും മദ്യം കണ്ടാൽ വെറുക്കുന്നവരായിട്ട്, അറക്കുന്നവരായിട്ട് അവരെ മാറ്റിയെടുത്തത്. എങ്ങനെയാണ് ഇസ്ലാം അവരെ മാറ്റിയെടുത്തതെന്നൊക്കെ ചരിത്രമാണ്. ഒറ്റയടിക്ക് ഇസ്ലാം അത് നിരോധിച്ചിട്ടില്ല, മദ്യത്തെ ഒറ്റയടിക്ക് നിരോധിച്ചില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാം ആ മദ്യം അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തത്, സമൂഹത്തിൽ നിന്നും വിഭാവനം ചെയ്തത്. നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു പ്രവാചകൻ, അല്ലേ? ലോകത്തിന് തുല്യതയില്ലാത്ത ഒരു സമൂഹത്തെ പ്രവാചകൻ സ്ഥാപിച്ചെടുത്തു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജതു ലിന്നാസ്, നിങ്ങളാകുന്നു ഉത്തമ സമൂഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്ന തരത്തിൽ ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചുവെങ്കിൽ എങ്ങനെയാണ് ആ പ്രവാചകൻ മാറ്റിയെടുത്തത്? അവരെ ഘട്ടം ഘട്ടമായിട്ട് മാറ്റിയെടുത്തു. നമസ്കാരത്തിൽ വരെ അവർ മദ്യപിച്ചു വരുമായിരുന്നു. നമസ്കാരത്തിന് വരുമ്പോൾ മദ്യപിച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. അവരെയൊക്കെ ലാ തഖ്റബു സ്വലാത വഅൻതും സുകാറ എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ലാ തഖ്റബു സ്വലാ, നിങ്ങൾ സമീപിക്കരുത്, നമസ്കാരത്തെ സമീപിക്കരുത്. വഅൻതും സുകാറ, മദ്യപിച്ചുകൊണ്ട് മതോന്മത്തരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. അങ്ങനെ നിസ്കാരത്തിന് വരെ വന്ന ആളുകളെ പതുക്കെ പതുക്കെ അവസാനം ഇതെല്ലാം ഘട്ടം ഘട്ടമായി മാറ്റിയെടുത്തതിന് ശേഷമാണ് ആയത്ത് അവതരിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന ആയത്ത് അവതരിപ്പിക്കുന്നത് ആ അവസാനം ആണ്. പിന്നെ മദ്യപിച്ചിരുന്ന ആളുകൾ, ഈ ആയത്ത് അവതരിച്ച് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കൈ വായിലേക്ക് ഇട്ടുകൊണ്ട് ഛർദിച്ച് പുറത്തേക്ക് ഇടുന്നതും കള്ളിൻ വീപ്പകളെ തച്ചുടക്കുന്നതും ഒക്കെ മദീനയിൽ ചരിത്രമാണ്. അപ്പൊ ഇതൊക്കെ ഈ രീതിയിൽ ഘട്ടം ഘട്ടമായി ഇച്ഛാശക്തിയോടുകൂടി ഏതൊരു ഭരണാധികാരിക്കും ഈ സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ അതിനെ പിന്തുണക്കുക, നന്മയിൽ നമ്മൾ പിന്തുണക്കുക, നന്മയുടെ കാര്യത്തിലൊക്കെ സഹകരിക്കുക. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു ബിൽ ഇസ്മി വൽ ഉദ്വാൻ, ഇസ്ലാമിന്റെ മുദ്രാവാക്യം അത്. നന്മയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, തിന്മയിൽ നിങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന. അപ്പോൾ സഹോദരങ്ങളെ, ആ രീതിയിൽ നമ്മൾ നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഇതുപോലുള്ള തൂഫാൻ പോലുള്ള
പിന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളിലൊക്കെ നമ്മൾ ഭാഗവാക്കാവുക, അതിന് പിന്തുണ അർപ്പിക്കുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഇതൊക്കെ വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള കാര്യം